കർത്താവേ, നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കല്ലേ. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ വരുന്നതാ, വഴക്കൊന്നും ഉണ്ടാക്കിക്കല്ലേ. ഞാൻ വേണമെങ്കിൽ ഈ മാസത്തെ ദശാംശം ഇട്ടേക്കാം. അല്ല വേണ്ട, കുറെ പൈസ വരാനുള്ളതാ. ഒരു 100 രൂപ ഇട്ടേക്കാം. കേൾക്കണേ. ചിരി കാണുമ്പോഴാണ് ഞാൻ നൈസായിട്ട്
പിതാവായ യേശു ത്യാഗത്തിന്റെ മാതൃകയിൽ. എന്നാൽ പ്രാർത്ഥനയും പണത്തോടുള്ള അത്യാഗ്രഹവും മൂലം പല കുടുംബങ്ങളിലും മനസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്വത്തുണ്ടെങ്കിലും ഐക്യമില്ലെങ്കിൽ ആ സ്വത്ത് ഭൂമിയില്ലാതാകും. ആകയാൽ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ മനസ്സുകൾ മൃദുവാക്കുകയും സ്നേഹം പുനഃസ്ഥാപിക്കുകയും ചെയ്യാം. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ. എന്നാൽ പിന്നെ ഇനി ബാക്കി നിങ്ങളങ്ങ് പൊളിച്ചേരെ പിള്ളേരെ.